ഒരു സമയത്ത് പൂജനീയ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികളാണ് നമ്മെ അനുഗ്രഹിക്കാൻ വന്നിട്ടുള്ളത്. ആശ്രമത്തിൻ്റെ ആരംഭം മുതൽ തന്നെ എല്ലാ കാര്യപരിപാടികളിലും സ്വാമിജി വരാറുണ്ട്, അനുഗ്രഹിക്കാറുണ്ട്. തീർത്ഥപാദാശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ടാണ് സ്വാമിജി പ്രവർത്തിക്കുന്നത്. ചട്ടമ്പിസ്വാമി തിരുവടികളുടെ പിന്തുടർച്ചയായിട്ടാണ് തീർത്ഥപാദാശ്രമങ്ങളെല്ലാം. കുറേ ആശ്രമങ്ങൾ സ്വാമിജി കേന്ദ്രീകരിച്ചിട്ടുള്ളത് വാഴൂർ തീർത്ഥപാദാശ്രമത്തിലാണ്. എന്നാൽ എല്ലാ തീർത്ഥപാദാശ്രമങ്ങളുടെയും പരമാചാര്യനായിട്ട് സ്വാമിജിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ഉത്തരഭാരതത്തിൽ ഋഷികേശിൽ ഹരിഹര കൈലാസാശ്രമം തുടങ്ങി പഠന കേന്ദ്രങ്ങളുടെ, വേദാന്ത പഠന കേന്ദ്രങ്ങളുടെ ആചാര്യസ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. സ്വാമിജിയെ ഔപചാരികമായിട്ട് സ്വാഗതമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും എന്ത് കാര്യപരിപാടിയിൽ എത്ര ത്യാഗം സഹിച്ചായാലും സ്വാമിജി എത്തിപ്പെടാറുണ്ട്. ആ ഒരു അനുഗ്രഹ ബുദ്ധിയിലാണ് ആശ്രമത്തെ നോക്കി കാണുന്നത്. എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധ അർപ്പിക്കുക എന്ന് മാത്രം പറയുകയാണ്. ഭദ്രം നോ വിവാദയ മനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः. ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः. സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർव्यशेम देवहितं यदायुः. ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः. സ്വസ്തി ന പൂഷാ വിശ്വവേദാः. സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിः. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ആമ്നായാന്തൈകസംസിദ്ധം ആദിമധ്യാന്തവർജിതം ആനന്ദഘനമാപൂർണമാത്മജ്യോതിരുപാസ്മഹേ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനപ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതം ഗമയ. അമൃതസ്വരൂപികളായ ഭക്തജനങ്ങളെ, ഈ വർഷത്തെ ഗീതാ സ്വാധ്യായം 6-ാം അധ്യായം. അതിൽ എനിക്ക് നിക്ഷിപ്തമായിട്ടുള്ളത് 18, 19 മന്ത്രങ്ങളാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള അഭ്യാസം, എന്തഭ്യസിച്ചാലാണോ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത്
അതാണ് ഈ അധ്യായത്തിൽ മുഖ്യമായി പ്രതിപാദിക്കുന്നത്. ഇതിൽ മുമ്പ് തുടക്കം മുതലെയുള്ള ഭാഗങ്ങളൊക്കെയും നിങ്ങൾ കേട്ടതാണ്, അല്ലെങ്കിൽ തുടർന്ന് കേൾക്കുന്നതാണ്. ഇവിടെ 17 പറഞ്ഞത് യോഗം ആർക്കാണ് ഉണ്ടാകുന്നത്? ദുഃഖങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന യോഗം ആർക്കുണ്ടാകും? യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ആഹാരം യുക്തമായിരിക്കണം, യോജിച്ചതായിരിക്കണം. നമ്മളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ യോജിച്ച വിധത്തിലുള്ളതായ ആഹാരവും, അതുപോലെ വിഹാരം, പ്രവർത്തനങ്ങൾ, ജോലികൾ, അതൊക്കെ യോജിച്ച വിധത്തിലുള്ളതായിരിക്കണം. യുക്തചേഷ്ടസ്യ കർമ്മസു, കർമ്മങ്ങളിൽ ചേഷ്ടയും പ്രവൃത്തികളും നമുക്ക് ആവുന്ന കവിയാൻ പാടില്ല, ആവുന്നതുപോലെ ചെയ്യാവുള്ളൂ. യുക്ത സ്വപ്നാവബോധസ്യ, അതുപോലെ ഉറങ്ങുന്നതും ഉണർന്നിരിക്കുന്നതും നമ്മളുടെ കഴിവിനനുസരിച്ച് മാത്രമേ പാടുള്ളൂ. കൂടുതൽ ഉറക്കളച്ചാൽ ജോലി ചെയ്യുന്നതിലും ഉറക്കം വരും. കൂടുതൽ ഉറങ്ങിയാലോ ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ളതായ വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ദുഃഖങ്ങളെയെല്ലാം ഹനിക്കുന്ന ദുഃഖഹായായ യോഗം ആർക്കാണ്? എല്ലാം യുക്തമായി ചെയ്യുന്നവർക്കായിരിക്കും. അങ്ങനെയുള്ള ആ അനുഷ്ഠാനങ്ങളാണ് വേണ്ടതെന്ന് 17 അധ്യായത്തിൽ പറഞ്ഞു. ഇനി 18, 19 രണ്ടെണ്ണമാണ്. ഇത് വളരെ ചെറിയ മന്ത്രങ്ങളാണ്, വലിയ വിസ്തൃതമായ ഭാഷ്യവുമില്ല. അഥ അധുന കഥാ യുക്തോ ഭവതി ഇത്യുച്യത്തെ. ഇനിയും എപ്പോഴാണ് ഒരു സാധകന് സാധനയോട് ചേർന്നവനായി യുക്തനായി തീരുന്നത് എന്ന് ആണ് ഈ ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. യഥാ, എപ്പോഴാണോ, ഏതൊരു പരിതസ്ഥിതിയിലാണോ, ഏതൊരവസ്ഥയിലാണോ, വിനിയതം ചിത്തം, വിശേഷേണ നിയതമായ, നിയന്ത്രിതമായിരിക്കുന്ന ചിത്തം, ആത്മന്യേവ അവതിഷ്ഠതേ, സാധാരണ മനുഷ്യരുടെ ചിത്തം ബാഹ്യ വിഷയങ്ങളിലേക്കാണ് സദാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ ഈ സാധകൻ തൻ്റെ ആത്മാവിൽ തന്നെ മനസ്സിനെ നിർത്തുന്നത്, നിസ്പൃഹ, കാരണം അവന് വിഷയങ്ങളിലൊന്നും സ്പൃഹയില്ല, കൊതിയില്ല, ആഗ്രഹമില്ല. നിസ്പൃഹ എന്തിൽ? സർവകാമേഭ്യോ, എല്ലാ കാമ്യ വിഷയങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞവനായിട്ട്. അപ്പോഴാണ് അവനെ യുക്തൻ എന്ന് തഥാ ഉച്യതേ, അപ്പോൾ അവനെ യുക്തൻ എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ പ്രവൃത്തികളൊക്കെയും ആത്മാവിലേക്ക് കേന്ദ്രീകരിക്കുക. ബാഹ്യ വിഷയങ്ങളിൽ ഉള്ള ബന്ധനം ബാഹ്യ വിഷയങ്ങളിലാണ്. അത് തന്നിലേക്ക് തന്നെ പിൻവലിയുമ്പോൾ പിന്നെ അവന് ബന്ധനങ്ങളൊന്നുമില്ല. അപ്പോഴവൻ യുക്തനായി, മനസ്സ് ആത്മാവിൽ തന്നെ യോജിച്ചവനായി. അങ്ങനെ യുക്ത ഇച്ഛിതേത, അപ്പോഴാണ് യുക്തനെന്ന് പറയുന്നതെന്ന് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും യോഗിയാകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആ യോഗം എപ്പോഴാണ് സിദ്ധിക്കുക? തന്നിൽ തന്നെ ആ വിചാരങ്ങൾ ഉൾവലിയുമ്പോൾ, തന്നിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ, താൻ ആരാണ് എന്ന് അറിയണം. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ്, ഇന്ദ്രിയങ്ങളാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, ചിത്തമാണ്, അഹങ്കാരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മളെ ബാഹ്യ വിഷയങ്ങളിലേക്ക്, അത് സമ്പാദിച്ച് നമുക്ക് തൃപ്തനാകാം അല്ലെ തൃപ്തയാകാം എന്ന് കരുതുന്നത്. അതൊക്കെയും മരുപരീചിക പോലെയാണ്. ദൂരെ നിൽക്കുമ്പോൾ തോന്നും ഇത് കിട്ടിയാൽ വളരെ നല്ലതാണ്, ഞാൻ അതിൽ തന്നെ ഇരുന്നു കൊള്ളാം എന്ന്. മരുഭൂമിയിൽ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ധാരാളം വെള്ളം കിടക്കുന്നു.
ആ വെള്ളം ഇങ്ങനെ ഓളം വെട്ടുന്നുണ്ട്. അടുത്തുള്ള വൃക്ഷങ്ങളുടെയോ വണ്ടിയുടെയോ ഒക്കെ പ്രതിബിംബം പോലും അതിൽ കാണാൻ സാധിക്കും. അപ്പം വെള്ളമല്ല എന്ന് ആരും പറയുകയില്ല. പക്ഷേ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു തുള്ളി വെള്ളം പോലുമില്ല എന്നറിയുന്നത്. ഇതുപോലെ ഈ ബാഹ്യ വിഷയങ്ങളിൽ സുഖമുണ്ട്. ആ വസ്തുക്കൾ കിട്ടിയാൽ ഞാൻ സുഖിയായി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നൊക്കെയുള്ള തോന്നലുണ്ടാകും. അതൊക്കെ തന്നെ തെറ്റിദ്ധാരണകളാണ്. അനാദികാലമായി എല്ലാ ജീവന്മാരും ജനിച്ച് മരിച്ച് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കഴിയുന്നത്. ഇതുകൊണ്ട് പൂർണ്ണ തൃപ്തരായവരോ അല്ലെങ്കിൽ ഇനിയും ഒന്നും നേടേണ്ട എന്ന പൂർണ്ണ തൃപ്തിയിൽ ആരും എത്തിച്ചേരുന്നില്ല. ഒന്ന് കിട്ടുമ്പോൾ മരത്തിലിരിക്കുന്ന കുരങ്ങ് എങ്ങനെയാണോ ഒരു മാങ്ങ പറിച്ച് പകുതി കടിച്ച് അത് കളഞ്ഞിട്ട് വേറൊന്ന് പഠിച്ച് അതെല്ലാം കടിച്ച് പറിച്ച് നശിപ്പിച്ച് കളയുകയുള്ളൂ. ഒന്നുപോലും പൂർണ്ണമായും കഴിക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ നമ്മളുടെ മനസ്സും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിലേക്ക് നിരന്തരം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സുഖമുണ്ട്, ഇതിൽ സുഖമുണ്ട്, അങ്ങനെ മാറി മാറി അതൊക്കെ പരീക്ഷിച്ച് നോക്കി അതിൽ നിന്നും സുഖം കിട്ടാതെ വിരക്തരായി ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു പരിസ്ഥിതിയാണ് വന്നു ചേരുന്നത്. എപ്പോഴാണ് യുക്തൻ എന്ന് പറയപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. യഥാ വിനിയതം ചിത്തം, എപ്പോഴാണോ വിശേഷേണ നിയന്ത്രിതമായിരിക്കുന്ന മനസ്സ്. ആത്മന്യേവാവതിഷ്ഠത, തന്നിൽ തന്നെ. തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ഈ ദേഹാദികളല്ല. ഞാനെന്ന് എന്തിനെയാണോ പറയുന്നത്? എൻ്റേതല്ലാത്തതെല്ലാം, എൻ്റേതായിട്ടുള്ളതിനെ എല്ലാം മാറ്റിക്കളയുക. അത് ഞാനല്ല. എൻ്റെ വീടോ എൻ്റെ വസ്ത്രമോ ഒക്കെ ഞാനല്ലാത്തതുപോലെ എൻ്റെ കൈകാലുകളോ എൻ്റെ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ ഇതൊക്കെയും ഞാനല്ല. എന്നെ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട് ഇതിനെ ഞാനായിട്ട് ധരിച്ചിരിക്കുകയാണ്. ഇതല്ല ഞാൻ, ഇതിൻ്റെയൊക്കെ ആധാരമായ ആത്മവസ്തുവാണ് എന്നുള്ള ആ നിശ്ചയം എപ്പോഴാണോ ഉണ്ടാകുന്നത്, ആത്മനീയവ, ആത്മാവിൽ തന്നെ. ആത്മാവിൽ തന്നെ എന്ന് പറയുമ്പോൾ മറ്റു വസ്തുക്കളിലെങ്ങും പോകാതെ തന്നിൽ തന്നെ നിൽക്കണം. നിസ്പൃഹ, അത് എപ്പോഴാണോ സാധിക്കുന്നത്? വിഷയങ്ങളിലൊന്നും ഒരു സ്പൃഹ, കൊതിയില്ലാതെ, ആഗ്രഹമില്ലാതെയാവണം. നിസ്പൃഹ എന്തിലാണ്? സർവകാമേഭ്യോ, എല്ലാ കാമങ്ങളിൽ, കാമ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞ് തന്നിൽ തന്നെ താൻ തൃപ്തനാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് യുക്തൻ എന്ന് പറയുന്നത്. യുക്തൈ ത്വിച്ഛിതേതഥ, അപ്പോൾ അയാളെ യുക്തൻ എന്ന് പറയുന്നു. അപ്പം നമുക്ക് യുക്തനായാലേ നമുക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം വിഷയങ്ങളുടെ പിന്നാലെ ഓടി ഓടി നടന്ന് അത് കിട്ടുന്നുമില്ല, കിട്ടിയാൽ അതിൽ നിന്നൊരു തൃപ്തിയും ഉണ്ടാകുന്നില്ല. അപ്പം താൻ തന്നിൽ തന്നെ പരിപൂർണ തൃപ്തനാകുന്നത് ആത്മലാഭം കൊണ്ടാണ്. ആത്മലാഭാ പരോ ലാഭോ നാസ്തി. ആത്മലാഭത്തേക്കാൾ വലിയ ലാഭം മറ്റൊന്നുമില്ല. എന്നാൽ തനിക്ക് തന്നെ കിട്ടാനുണ്ടോ? തനിക്ക് സ്വയം ഉപലബ്ധമാണ് എങ്കിലും തന്നെ താൻ അറിയുന്നില്ല എന്നുള്ളതാണ് ഈ അപ്രാപ്തിക്ക് കാരണം. തൻ്റെ യഥാർത്ഥ സ്വരൂപം ഈ കൈകാലുകളോ അല്ലെങ്കിൽ ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളോ ഇതൊന്നുമല്ല. ഇതൊക്കെ ആരെയും ആശ്രയിച്ചാണോ നിൽക്കുന്നത്? ആ ആത്മവസ്തുവാണ് ഇതിൻ്റെ എല്ലാം ആധാരമായിട്ടുള്ളത്. അതിൽ തന്നെ നമ്മളുടെ മനസ്സുറയുമ്പോൾ അതിന് വെളിയിലേക്കെങ്ങും പോകേണ്ട ആവശ്യമില്ല. താനത് പൂർണ്ണൻ തന്നെയാണ്. ആ ബോധം എപ്പോഴുണ്ടായി തന്നിൽ തന്നെ പരിപൂർണ തൃപ്തി അടയുമ്പോഴാണ് യുക്തനായി തീരുന്നതെന്ന് പറയുകയാണ്. യഥാ വിനിയതം ചിത്തം ആത്മന്യ, വിശേഷേണ നിയന്ത്രിതമായ മനസ്സ് തന്നിൽ തന്നെ ഉറയ്ക്കുന്നത് എപ്പോഴാണോ, അവതിഷ്ഠതയെ സ്ഥിതി ചെയ്യുന്നത് എപ്പോഴാണോ, നിസ്പൃഹ, അതെപ്പോൾ സാധിക്കും? വിഷയങ്ങളിലൊന്നും സ്പൃഹയില്ലാതാകണം. സ്പൃഹ, കൊതി, ആഗ്രഹമില്ലാതാകണം. നിസ്പൃഹ സർവകാമേഭ്യോ, എല്ലാ കാമങ്ങളിൽ നിന്ന്, കാമ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം പിൻവലിഞ്ഞ് താൻ തന്നെ പരിപൂർണനാണ്. ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ തുളുമ്പി നിൽക്കുന്നത്. എങ്ങനെയാണോ ആകാശം സർവവ്യാപിയാണ്, അതിനേക്കാളും സൂക്ഷ്മവും വ്യാപകവുമാണ് ആത്മതത്വം.
തസ്മാത് വാ ഏതസ്മാത് ആത്മന ആകാശസംഭൂത. ഈ ഈശ്വരനിൽ നിന്ന് അഭിന്നമായിരിക്കുന്ന ഈ ആത്മാവിൽ നിന്നാണ് ആകാശമുണ്ടായത്. അപ്പോൾ ആകാശത്തിനും കാരണമാണ്. കാര്യത്തേക്കാൾ കാരണം വ്യാപകവും സൂക്ഷ്മവും സത്യവുമായിരിക്കും. മണ്ണിൽ നിന്നുണ്ടായ കുടം മണ്ണിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. മണ്ണിൽ തന്നെ അത് പൊട്ടിയാൽ ലയിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ആത്മാ ഈ നമ്മളുടെ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമാണ്. നമ്മളിൽ നിന്നാണ് അതുണ്ടായത്. അത് നമ്മളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നാം എപ്പോഴാണോ അടങ്ങുന്നത് അപ്പോഴേ ഈ പ്രപഞ്ചം ഇല്ലാതായി നാം പരിപൂർണ സംതൃപ്തി അടയുകയുള്ളൂ. നിസ്പൃഹ സർവകാമേഭ്യോ, എല്ലാ കാമങ്ങളിൽ നിന്നും കാമ്യവിഷയങ്ങളിൽ നിന്നും സ്പൃഹയില്ലാത്തവനാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അവനെ യുക്തൻ എന്ന് പറയുന്നത്. യുക്ത ഇത്യുച്യതേ തഥാ. അതിന് ഭാഷ്യം വളരെ വിസ്തരിച്ചൊന്നുമില്ല. യഥാ വിനിയതം ചിത്തം. വിനിയതം എന്നുള്ളതിന് വിശേഷേണ നിയതം, സംയതം, വിശേഷമായിട്ട് സംയമിക്കപ്പെട്ട അടക്കപ്പെട്ട ചിത്തം എപ്പോഴാണോ ആയിത്തീരുന്നത്, ഏകാഗ്രത ആവരണം, ഏകാഗ്രത, ഒന്ന് മാത്രം മുഖ്യമായിട്ടുള്ള, അതാണ് ഏകാഗ്രം. ഒരു വിഷയത്തെ ഇപ്പോൾ അർജുനൻ ഒരു അമ്പ് ഇത് മത്സ്യത്തിൻ്റെ കണ്ണിൽ കൊള്ളിക്കണം. ഇങ്ങനെ കൊട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ദ്വാരത്തിലൂടെയാണ് ആ മത്സ്യത്തെ കാണാൻ സാധിക്കുന്നത്. ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കുകയില്ല. അതിലൂടെ നോക്കി ആ മത്സ്യത്തിൻ്റെ കണ്ണിനെ എയ്ത് കൊള്ളിക്കണമെങ്കിൽ എത്ര ഏകാഗ്രതയുണ്ടായിരിക്കണം. അർജുനൻ മത്സ്യത്തിൻ്റെ കണ്ണല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അങ്ങനെ തൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ഉറച്ച മനസ്സും അതുപോലെ ദൃഷ്ടിയും പ്രവൃത്തിയും എല്ലാം ഏകോപിക്കുമ്പോഴാണ് ആ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നത്. അതാണ് ആ മത്സ്യത്തെ അർജുനന് മാത്രമേ അങ്ങനെ എയ്ത് വീഴ്ത്താൻ സാധിച്ചുള്ളൂ. അല്ലാത്തതൊക്കെ നോക്കുമ്പോൾ മറ്റു പലതും കാണും. ലക്ഷ്യഭിന്നമായിട്ടുള്ള മറ്റു പലതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലക്ഷ്യത്തെ മാത്രം വിട്ടുകളയേണ്ടി വരുന്നു. അങ്ങനെ വരാതെ ആത്മാവിൽ തന്നെ തൻ്റെ മനസ്സ് ഉറയ്ക്കുമ്പോഴാണ് നമ്മളുടെ ചിത്തം നിയന്ത്രിതമായി എന്ന് പറയാൻ സാധിക്കുക. നമ്മൾ ഈ ലോക ജീവിതത്തിലും എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ മാറി മാറി അതിൽ നിന്ന് സുഖം കിട്ടും എന്ന പ്രത്യാശയോടെ ആകാംക്ഷയോടെ ഓരോരോ വിഷയങ്ങളെ മാറി മാറി സ്വീകരിക്കും. പക്ഷേ അത് ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നില്ല. അങ്ങനെ ചഞ്ചലമായ ആ മനസ്സിൽ ഒരു സുഖവും ഒരു കാലത്തും കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് യഥാ വിനിയതം ചിത്തം വിശേഷേണ നിയതം സംയതം. നിയതം എന്നുള്ളതിൻ്റെ അർത്ഥം സംയമപ്പെട്ടത്, സംയമനം ചെയ്ത, ഏകാഗ്രതയെ പ്രാപിച്ച, ഏകാഗ്രതാം ആവരണം. ചിത്തം ഏകാഗ്രതയെ പ്രാപിച്ച ചിത്തം, മനസ്സ്. ഹിത്വാ ബാഹ്യചിന്തകളെ, ബാഹ്യ വിഷയങ്ങളിലുള്ള ചിന്തകളെയെല്ലാം ഹിത്വ ഒഹാങ് ത്യാഗി, ഉപേക്ഷിച്ചിട്ട്, അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ആത്മനി ഏവ, കേവലമായ ആത്മാവിൽ മാത്രമായിട്ട് അപതിഷ്ഠതേ, സ്വാത്മനി തിഷ്ഠതി, തൻ്റെ ആത്മാവിൽ തന്നെ നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത് എപ്പോഴാണോ, ലഭതേ ഇത്യർത്ഥ. സ്വാത്മനി സ്ഥിതി ലഭതേ, തൻ്റെ ആത്മാവിൽ തന്നെ മനസ്സ് എപ്പോഴാണോ ഉറച്ചതായി തീരുന്നത് അപ്പോൾ ആത്മജ്ഞാനം വേണ്ടതുപോലെ ഉണ്ടാവും. നിസ്പൃഹ സർവകാമേഭ്യോ നിർഗത ദൃഷ്ട അദൃഷ്ട വിഷയേഭ്യ, ദൃഷ്ടമായ പ്രത്യക്ഷമായി കാണുന്നതും കാണാത്തതുമായ സ്വർഗാദി സുഖം നമ്മൾ ആഗ്രഹിക്കുന്നു, അത് കണ്ടതല്ല.
ഈ ലോകത്ത് കണ്ടത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും അതിൻ്റെ ആശ്രയഭൂതമായിരിക്കുന്ന വിഷയങ്ങളുമൊക്കെയാണ്. അത് ദുഷ്ടവിഷയങ്ങളും അദൃഷ്ടമായ സ്വർഗാദി സുഖങ്ങളിലും എല്ലാ സുഖത്തിൽ നിന്നും സുഖവിഷയങ്ങളിൽ നിന്നും എപ്പോഴാണോ നിവർത്തിച്ചത്, ഉൾവലിഞ്ഞത്, അപ്പോഴാണ് സ്വാത്മനി സ്ഥിതിയെ പ്രാപിക്കുന്നത്. നിസ്പൃഹ സർവകാമേഭ്യോ നിർഗത ദൃഷ്ട അദൃഷ്ട വിഷയേഭ്യ, ദൃഷ്ടമോ അദൃഷ്ടമോ ആയ വിഷയങ്ങളിലെല്ലാം നിർഗമിച്ച ഉൾവലിഞ്ഞ സ്പൃഹ, സ്പൃഹ എന്ന് പറഞ്ഞാൽ തൃഷ്ണ, യസ്യ യോഗിന, ഏതൊരു യോഗിക്കാണോ സ യുക്ത സമാഹിത, യുക്തൻ എന്നുള്ളതിന് സമാഹിതനായ ഏകാഗ്രമായവൻ. ഇത് ഉച്യതേ തഥാ തസ്മിൻ കാലേ, അപ്പോഴാണ് അവൻ യുക്തൻ ആയിത്തീരുക. അപ്പം നമ്മളും യോഗാഭ്യാസം ചെയ്യുന്നു, പക്ഷേ വിഷയങ്ങളിലും നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിനിരിക്കുമ്പോഴായിരിക്കും മനസ്സ് കൂടുതൽ വിഷയങ്ങളിലേക്ക് പാഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ഉൾവലിക്കാൻ ശ്രമിക്കും തോറും കുട്ടികളെ ഒരിടത്ത് അടക്കിയിരുത്താൻ നോക്കിയാൽ അവരാണ് കൂടുതൽ ചാടുക. അവരെ സ്വതന്ത്രമായിട്ട് വിട്ടുകഴിഞ്ഞാൽ കുറച്ച് ചാടിക്കഴിഞ്ഞ് അവർ തളർന്ന് ഒരിടത്ത് അടങ്ങിയിരിക്കും. എന്നാൽ മനസ്സിൻ്റെ സ്ഥിതി അതിനേക്കാളും കഷ്ടമാണ്. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും മനസ്സ് പിടിവിട്ട് അങ്ങനെ വിഷയങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അലച്ചിലാണ് നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്നത്, ക്ലേശത്തിലേക്ക് നയിക്കുന്നത്. ദുഃഖങ്ങളെല്ലാം ഇല്ലാതായി സ്വാത്മലാഭത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാധകന് ചിത്തം അടങ്ങിയെങ്കിൽ മാത്രമേ ആ സുഖം ലേശമെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ, നിയന്ത്രിക്കുന്ന ചിത്തം തൻ്റെ ആത്മാവിൽ തന്നെ എപ്പോഴാണോ ഉറയ്ക്കുന്നത്, നിസ്പൃഹനായും എല്ലാ കാമ്യ വിഷയങ്ങളിൽ നിന്നും പിൻവലിഞ്ഞവനായി ഇരിക്കുന്നത്, അപ്പോഴാണ് അയാളെ യുക്തൻ എന്ന് പറയാൻ സാധിക്കുക. തസ്യ യോഗിനഃ സമാഹിതം യത് ചിത്തം, ആ യോഗിയുടെ ഏകാഗ്രമായിരിക്കുന്ന യാതൊരു ചിത്തമാണോ തസ്യ ഉപമ ഉച്യതേ, അതിന് ഉദാഹരണം ഉപമ. എന്തിനോടാണ് അതിനെ ഉപമിക്കാൻ സാധിക്കുക? എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപമ കൊടുക്കുന്നത്. അപ്പോൾ അത് എന്തിനോടാണ് എന്ന് പറയുകയാണ്. യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃത യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ 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 എപ്രകാരം, എങ്ങനെയാണോ നിവാതസ്ഥ ദീപഃ, കാറ്റടിക്കാത്ത സ്ഥലത്തുള്ള, കാറ്റില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കാറ്റില്ല എന്നുള്ള അർത്ഥമല്ല, കാറ്റ് വീശാത്ത സ്ഥലത്ത്, ഒരു മുറിയിലോ ഗുഹയിലോ ഒക്കെ കൂടുതൽ കാറ്റടിക്കുകയില്ല, ജനലും കതവുമൊക്കെ അടച്ചിട്ടിരുന്നാൽ. യഥാ ദീപോ നിവാതസ്ഥോ ന അംഗതേ ന ഇംഗതേ ന ചേഷ്ടതേ, ചലിക്കുന്നില്ല, നിശ്ചലമായി ഒരേ വടിവിൽ അത് കത്തിക്കൊണ്ടിരിക്കും. സാ ഉപമാ സ്മൃത, അതാണ് മനസ്സിൻ്റെ, ഏകാഗ്രമായ മനസ്സിൻ്റെ ഒരു ഉപമ. അതുപോലെ ഒരു ഇളക്കവുമില്ലാതെ ഒരേ വടിവിൽ വസ്തുക്കളെ, ഏത് ആത്മവസ്തുവിനെ മാത്രം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് യുക്ത എന്ന സ്ഥിതിക്ക് കാരണം. യോഗിനോ യഥചിത്തസ്യ, സംയതചിത്തനായിരിക്കുന്ന അടങ്ങിയ മനസ്സോടുകൂടിയ യോഗിയുടെ ചിത്തത്തിന് അതാണ് ഉദാഹരണം. യുഞ്ജതോ യോഗം ആത്മന യോഗം, ആത്മയോഗം, തന്നിലേക്ക് തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്ന യോഗിയുടെ മനസ്സിൻ്റെ സ്ഥിതി അതാണ്. അങ്ങനെ ആയി തീരാനാണ് പരിശ്രമിക്കേണ്ടത് എന്നിവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണിത്. അർജുനൻ, നമ്മളെല്ലാവരും അർജുനന്മാരാണ്. ഭഗവാൻ അതിൽ നിന്ന് ഉയർന്നു നിന്ന് ആ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ള ശരിയായ മാർഗം നമുക്ക് ഉപദേശിച്ചു തരികയാണ്. അപ്പോൾ കാറ്റില്ലാത്തിടത്തെ വിളക്ക് പോലെ ഒരേ വടിവിൽ തൻ്റെ വിഷയങ്ങളെ, സമീപത്തുള്ള വിഷയങ്ങളെ മാത്രം പ്രകാശിപ്പിക്കുകയും, ദൂരെ എത്ര ദൂരെയാണെങ്കിലും വിളക്കിന് അതിനെ പ്രകാശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇതുപോലെ തൻ്റെ സ്വരൂപത്തെ അല്ലാതെ മറ്റൊന്നിനെയും പ്രകാശിപ്പിക്കാത്ത ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളോ അതിനാസ്പദമായിരിക്കുന്ന പദാർത്ഥങ്ങളെയോ അതിൻ്റെ ആഗതി വിഗതികളെയോ ഒന്നും പറ്റി ചിന്തിക്കാതെ
കേവലം ആത്മാകാരമായി ഇരിക്കുന്ന ആ മനസ്സാണ് ആത്മപ്രകാശനത്തിന് കാരണമായിട്ടുള്ളത്. ആത്മവസ്തു അവിടെ പ്രകാശിക്കും. അങ്ങനെയുള്ള ആത്മജ്യോതിസ് കണ്ട് സാധനകൾ അനുഷ്ഠിക്കുന്നവർക്ക് നമ്മളുടെ മനസ്സ് പിടിവിട്ട് പോകില്ല. ധ്യാനിക്കാനിരിക്കുമ്പോൾ മറ്റു പല ചിന്തകളും നമ്മളുടെ മനസ്സിനെ അലട്ടും, മനസ്സങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും. അപ്പം അത് ഒക്കെ തന്നെ നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് തന്നെ നിയന്ത്രിച്ച് അഭ്യാസം എന്ന് പറയുന്നത് കൂടെ കൂടെ ഉള്ളിലേക്ക് വലിക്കുക, വിഷയങ്ങളിലേക്ക് പോവുക എന്നുള്ളത് അതിൻ്റെ അനാദികാലമായ ആ സ്വഭാവം കൊണ്ട് വന്നു ചേർന്ന പ്രവണതയാണ്. അതിനെ ഉൾവലിച്ച് തൻ്റെ സ്വരൂപത്തിലേക്ക് നയിക്കുക. സാധന അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ പൂർവ്വവാസനകൾ അതിന് തടസ്സമായി വിഷയങ്ങളിലേക്ക് പോകാൻ പ്രേരകമായി ഒക്കെ നിൽക്കും. അതിനെ എല്ലാം അടക്കി തൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്. ഞാൻ എന്നുണ്ടായി എന്നാർക്കും അറിഞ്ഞുകൂടാ. ഞാൻ അനാദിയാണ്, സത്താണ്. എന്നും ഉള്ളത് കൊണ്ട് തന്നെ സത്താണ്. ആ സത്തയെ പ്രകാശിപ്പിക്കുന്നത് നമ്മളുടെ ചൈതന്യം തന്നെയാണ്, ആത്മചൈതന്യം തന്നെയാണ്. അപ്പോൾ ആ ആത്മാവാണ് ഏറ്റവും വലിയ പ്രകാശം, ചൈതന്യം. അതുപോലെ ആനന്ദവും. മറ്റുള്ള വസ്തുക്കളൊക്കെ നമുക്ക് സുഖമുണ്ടെങ്കിലേ മറ്റു വസ്തുക്കളും നമ്മളെ സുഖിപ്പിക്കുകയുള്ളൂ. നമുക്ക് സുഖമില്ല എങ്കിൽ, അസുഖമായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വലിയ വയറുവേദനയോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മയോ ഒക്കെ പിടികൂടിയിരിക്കുന്ന സമയത്ത് എത്ര വിശിഷ്ടമായ ഭോജ്യവസ്തുക്കൾ കൊണ്ടുവന്നാലും അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ഇതുപോലെ ആത്മലാഭമാണ് ഏറ്റവും വലിയ ലാഭം എന്ന് അറിയുന്ന ഒരാൾക്ക് ഈ ബാഹ്യ വിഷയങ്ങളിലൊന്നും നമ്മളുടെ മനസ്സ് പോവുകയില്ല. അതൊന്നും നമ്മളെ സുഖിപ്പിക്കുകയില്ല. ക്ഷണം സുഖം തരുന്നു എന്നുള്ള ഒരു പ്രതീതി ഉളവാക്കിക്കൊണ്ട് പിന്നെയും അത് നമ്മളെ ദുഃഖത്തിലേക്ക് തന്നെ നയിക്കും. അങ്ങനെ ബാഹ്യ വിഷയങ്ങളെല്ലാം ത്യാജ്യങ്ങളും. എപ്പോഴും നിത്യപ്രാപ്തമാണ് ആത്മാവ്. ആത്മാവ് ഒരിക്കലും അപ്രാപ്ത വസ്തുവല്ല. പക്ഷേ നമ്മളുടെ മനസ്സ് അതിൽ ഉറയ്ക്കാത്തത് കൊണ്ടാണ് അപ്രാപ്തമെന്ന പോലെ നമ്മൾ വിഷയങ്ങളിൽ സുഖത്തിന് വേണ്ടി അലഞ്ഞു തിരിയുന്നത്. അതിന് ഭഗവാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ചു തന്ന ഒരു അവസരമാണ്. ബാഹ്യ വിഷയങ്ങളൊന്നുമല്ല നമ്മളെ സുഖിപ്പിക്കുന്നതിന്. ഉദാഹരണമായിട്ട് നിദ്ര, ഉറക്കം. നമ്മൾ ഉറങ്ങുമ്പോൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളൊന്നുമില്ല. അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഉറങ്ങാനും സാധിക്കുകയില്ല. അപ്പം ഇതൊക്കെ നമ്മളുടെ നാം തന്നെയാണ് എപ്പോഴും ഉള്ളത്. അതുതന്നെയാണ് ചൈതന്യമായി പ്രകാശമായിരിക്കുന്നത്. അതുതന്നെയാണ് ആനന്ദസ്വരൂപവുമെന്ന് ജീവന്മാർക്ക് തന്നിൽ തന്നെ സമാധിയിലൂടെ ഉണരുവാനുള്ള അവസരമായിട്ട് നിദ്ര നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുക. അതുപോലെ എല്ലാ ക്ഷീണങ്ങളും എല്ലാ ക്ലേശങ്ങളും ദുഃഖങ്ങളും അടങ്ങുന്ന അവസ്ഥയാണ് നിദ്ര. കുറച്ച് നേരമെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ പരമസുഖമാകും. പല ദിവസം ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ബാഹ്യ വിഷയങ്ങളൊന്നും നമ്മളെ സുഖിപ്പിക്കുകയെന്ന് മാത്രമല്ല, അതൊക്കെ നമുക്ക് ദുഃഖകരമായി തീരുകയും കൂടെ ചെയ്യും. അപ്പോൾ സുഖം വാസ്തവത്തിൽ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഭഗവാൻ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിരിക്കുകയാണ്, നിദ്ര നമുക്ക് അനുഗ്രഹമായി തന്നുകൊണ്ട്. ആ നിദ്ര ഇതുപോലെ തന്നെ നിദ്രയിലെന്ന പോലെ വിഷയങ്ങളൊന്നും കയറാതെ നമ്മളുടെ ഉള്ളിൽ വരാതെ അത് വെളിയിൽ തന്നെ അതിനെ എല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മളുടെ സ്വസ്വരൂപത്തിൽ തന്നെ വിശ്രമിക്കാൻ സാധിച്ചാൽ, സ്വരൂപദൃഷ്ടിയോടുകൂടി കഴിയാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ വിഷയങ്ങൾ ഉള്ളിൽ ഉറങ്ങാതെയും ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ്. ഉറങ്ങാതെയും എന്നാൽ നിദ്രയും വരാതെ സമാധിയിലിരിക്കുക. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്നത് ഒരു ബോധമാണ്, അറിവാണ്. ആ അറിവായി നാം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ആ അറിവാണ്. ഇതിനിന്ന് അയോഗ്യനെന്നാൽ, അങ്ങനെ അറിവായിട്ട് ഉണർന്നിരിക്കാൻ യോഗ്യതയില്ല, സാമർഥ്യമില്ല എങ്കിൽ പ്രണവമുണർന്ന്
പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തുകയാണ്. നമ്മളുടെ ശരീരത്തെ ഉറക്കം പ്രണവമുണർന്ന് ഓങ്കാരത്തിൻ്റെ പൊരുളായിരിക്കുന്ന ആത്മതത്വത്തെ അറിഞ്ഞ് പിറപ്പൊഴിഞ്ഞ് ജന്മമരണങ്ങളൊന്നുമില്ലാതെ ജനിക്കുക, ഈ ശരീരം എടുക്കുന്നതാണല്ലോ, ഈ ശരീരമൊക്കെ ഉപാധികളാണ്, അതൊന്നുമില്ലാതെ ജനനമരണങ്ങൾ പിറപ്പൊഴിഞ്ഞു വാഴും അങ്ങനെയുള്ള മുനിജനങ്ങൾ, നാരായണ ഗുരുദേവനെയോ ചട്ടമ്പിസ്വാമിയോ പോലെയൊക്കെയുള്ള അവരുടെ സേവയിൽ മൂർത്തി നമ്മളുടെ ഈ ശരീരത്തെ നിയോഗിക്കണം. അപ്പോൾ അവരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ ഉപദേശം കൊണ്ടും അവരുടെ മാർഗനിർദ്ദേശം കൊണ്ടും നമുക്ക് ശരിയായ നമ്മളിലേക്ക് തന്നെ നമുക്ക് ഉപരമിക്കാൻ സാധിക്കും. അതാണ് നാരായണ ഗുരുദേവനും പറഞ്ഞത്. അങ്ങനെയുള്ള ആ സ്ഥിതിയിലേക്ക് എത്താൻ നിരന്തരം പരിശ്രമിക്കുന്നവർക്ക് ബാഹ്യ വിഷയങ്ങളൊക്കെയും അതിനൊരു തടസ്സമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെയൊക്കെ വെളിയിൽ തന്നെ വിട്ട് തൻ്റെ സ്വരൂപം എന്താണെന്നും ഗുരുവിൻ്റെ സ്വരൂപം എന്താണെന്നും ഈശ്വരൻ്റെ സ്വരൂപം എന്താണെന്നും ചിന്തിച്ച് അതിൽ തന്നെ മനസ്സിനെ അടക്കുക. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി, ഈ ശരീരത്തെ നിർത്തിയിടണം. അതിനു വേണ്ടിയാണ് പ്രയോഗിക്കേണ്ടത്. നമ്മളുടെ മനുഷ്യ ജന്മം ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം എന്താണ്? മനുഷ്യജന്മത്തിലെ ഈശ്വരനെ അറിയാനും ഈശ്വരനെ അന്വേഷിക്കാനും ഈശ്വരനെ സാക്ഷാത്കരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. മറ്റ് ജന്മങ്ങളൊക്കെയും കർമ്മഫല ഭോഗഭൂമികളാണ്. ദേവന്മാരാണെങ്കിലും എല്ലാ ശക്തികളുമുണ്ട്, എങ്കിലും വിഷയസുഖം അവരെ വിട്ടുപിരിയുന്നില്ല. വിഷയസുഖത്തിനു വേണ്ടിയാണ് അവർ ദേവന്മാരായത് തന്നെ. അതുപോലെ അസുരന്മാരാണെങ്കിലോ പ്രാണവൃത്തികളിൽ രമിക്കുന്നവർ, അസു എന്ന് പറഞ്ഞാൽ പ്രാണവൃത്തികളിൽ രമിക്കുന്നവരാണ് അസുരന്മാർ. അസുരന്മാർക്കും നിജസുഖം, സ്വരൂപസുഖം എന്തെന്ന് അറിഞ്ഞുകൂടാ. അതിലേക്ക് അവർക്ക് ചിന്തിക്കാനോ പ്രയത്നിക്കാനോ അവസരമില്ല, സമയമില്ല. അതൊന്നും വേണ്ടതായിട്ട് അവർക്ക് തോന്നുന്നുമില്ല. അങ്ങനെയുള്ള ഒരു വിവേകം ഉണ്ടാകുന്നത് തന്നെ ഗുരുക്കന്മാരുടെ ഉപദേശം കൊണ്ട് കണ്ണ് ആ വിധത്തിലൊന്ന് തുറക്കണം, എങ്കിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ അനാദികാലമായ ജന്മമരണ ദുഃഖ പ്രവാഹത്തിൽപ്പെട്ട് കഴിയുന്ന ജീവന് ബാഹ്യ വിഷയങ്ങളിൽ നിന്നാണ് സുഖം കിട്ടുന്നത്. അത് സമ്പാദിച്ചാൽ നിരതിശയമായ സുഖം സമ്പാദിക്കാമെന്നും സുഖം നിലനിർത്താമെന്നും ഒക്കെയുള്ള വ്യാമോഹമാണ്. ഈ വസ്തുക്കളൊക്കെ സമ്പാദിച്ചാലും അതിൽ നിന്നും പരിപൂർണ സുഖം നമുക്ക് ലഭിക്കുകയില്ല. ക്ഷണമാത്രം ഒരു സുഖം തോന്നും, അടുത്ത ക്ഷണത്തിൽ അത് വഴുതി പോകും. പിന്നെയും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അന്വേഷിച്ച് വെളിയിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംഭവിക്കുക. അത് നമ്മളുടെ പൂർണ്ണതയിലേക്ക് ഒരിക്കലും നയിക്കുകയില്ല. ഗുരുക്കന്മാരുടെ ഉപദേശം കൊണ്ടും ശാസ്ത്ര അനുഗ്രഹം, ആത്മകൃപ, തനിക്ക് തന്നെ ഈ ദുഃഖത്തിൽ നിന്ന് ഉയർത്തണം എന്ന ഒരു കൃപ തന്നിലുണ്ടാവണം, ആത്മകൃപ. അതുപോലെ ഗുരുക്കന്മാരുടെ കൃപയുണ്ടാകണം. ഗുരുക്കന്മാർ നമ്മളെ കൃപാപൂർവം ആ നേരായ മാർഗത്തിൽ നയിച്ചാലേ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ശാസ്ത്രം, അനേക ശാസ്ത്രങ്ങളുണ്ട്, അതൊക്കെ അനേക വിഷയങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. എന്നാൽ ആത്മാവിനെ മാത്രം പ്രതിപാദിക്കുന്ന ശാസ്ത്രം ഉപനിഷത്തുകളും ഒക്കെയുള്ളൂ. ബാക്കിയെല്ലാം കഥകളിലൂടെയും ബാഹ്യ വിഷയങ്ങളിൽ പോകുന്നതിൽ നിന്ന് പിന്തിരിക്കാനോ അല്ലെങ്കിൽ ആത്മാവിലേക്ക് നയിക്കാനോ വേണ്ടിയൊക്കെയുള്ള ശാസ്ത്രങ്ങളാണ്. അതുപോലെ ആത്മകൃപ, ശാസ്ത്രകൃപ, ഗുരുകൃപ, ഈശ്വരകൃപ. ഈശ്വരനാണ് ഈ ഗുരുവിനെയും ശാസ്ത്രത്തെയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, അതിന് നിമിത്ത കാരണമായിരിക്കുന്നത്. ആ ഈശ്വരാനുഗ്രഹം ആണ് നമ്മളെ ഈ ആത്മീയമായ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന, രണ്ടെന്നൊന്നില്ലാത്ത ഒരേ ഒരു ആത്മാ വസ്തു മാത്രമാണ് പരമസത്യമായിട്ടുള്ളത്. ലോകത്തെല്ലാം ആ ആത്മാവ് തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മളുടെയും സ്വരൂപം എന്ന ഒരു ബോധം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അത് ഗുരുവിലൂടെയും ശാസ്ത്രത്തിലൂടെയും ഒക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ആ അപൂർവ സംഗമം
ഉണ്ടാകാൻ ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഈശ്വരൻ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് തിരിഞ്ഞാൽ മാത്രം മതി. അതിന് ഉള്ള അവസരം ഗുരുക്കന്മാരും ശാസ്ത്രവും ഈശ്വരനും ഒക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. ആത്മകൃപ കൂടി ഉണ്ടാകണം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർക്കൊക്കെയും ആത്മകൃപ അല്പമെങ്കിലും ഉള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഈ ശാസ്ത്രമാണെങ്കിലും ഗുരുക്കന്മാരുടെ അരുളുകളാണെങ്കിലും അതൊക്കെ നമുക്ക് കേൾക്കാനും ആ വിധത്തിൽ ചിന്തിക്കാനും, അങ്ങനെ നമ്മളുടെ ലക്ഷ്യത്തോട് എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം നമ്മൾ ദുഃഖങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നുമെല്ലാം അകന്ന് സുഖപൂർണമായിരിക്കുന്ന ആത്മവസ്തുവിൽ തന്നെ നമ്മളുടെ മനസ്സ് ഉറയ്ക്കാനും കാരണമായി തീരുന്നത്. അങ്ങനെയുള്ള ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം അത് ഒന്ന് മാത്രമാണ് നമുക്ക് ധനമായിട്ട് സമ്പത്തായിട്ട് ഈ ലോകത്തുള്ളത്. അത് യഥേഷ്ടം ലഭിച്ച സുഹൃതികളാണ് ഈ ശാസ്ത്ര വിചാരത്തിനായി ഇവിടെ എല്ലാ വർഷവും നടക്കുന്നതാണ്. ഇതിൽ എല്ലാ വർഷവും എല്ലാവർക്കും പങ്കെടുക്കാനൊന്നും സാധിക്കുകയില്ല എങ്കിലും എത്രമാത്രം കേൾക്കുന്നോ അത്രമാത്രം നമുക്കതിൽ താല്പര്യമുണ്ടാവുകയും അതിൽ ആഴ്ന്നിറങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അത്യഗാധമായിരിക്കുന്ന ഈ ശാസ്ത്രത്തിൻ്റെ എത്രമാത്രം ആഴത്തിലേക്ക് പോകുന്നോ അത്രമാത്രം ശീതളതയും സുഖവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ആ ശാസ്ത്ര കൃപ നമ്മളെ ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള ആ ശാസ്ത്രം നമുക്ക് സുലഭമായി ഈ സദ്ഗുരുക്കന്മാരുടെ കൃപ കൊണ്ട് നമുക്ക് കൈവന്നിരിക്കുകയാണ്. അത് പരിശ്രമിച്ച് എത്രമാത്രം നമ്മൾ അതിൽ വിജയിക്കുന്നുവോ അത്രമാത്രം നമ്മൾ സംതൃപ്തരും സമ്പൂർണരും ആയിത്തീരും. അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹം നമ്മളിലെല്ലാം തുല്യമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. നമ്മൾ ഗംഗയുടെ തീരത്തേക്ക് പോയാൽ കുറച്ച് ഗംഗാജലം എടുത്തുകൊണ്ട് പോകാം. നമ്മളുടെ കയ്യിൽ എത്രമാത്രം വലിയ പാത്രമാണോ അത്രമാത്രം ഗംഗാജലം എടുക്കുക. അതിൽ എത്രയോ അധികമായിട്ട് അവിടെ ഗംഗാജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഈ ജ്ഞാനഗംഗ ഇവിടെ ഇങ്ങനെ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമോ നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചേ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആ കപ്പാസിറ്റിയെ എത്രമാത്രം വലുതാക്കുന്നുവോ അത്രമാത്രം നമുക്ക് അധികം ഈ സത്സംഗ മഹിമ ഉൾക്കൊള്ളാനും അത് കൈവശം ആക്കാനും ഒക്കെ സാധിക്കും. നമ്മളുടെ ജന്മം തന്നെ സഫലമായി തീരും. അങ്ങനെയുള്ള ഒരു സുഹൃത്തുക്കളുടെ ഒരു സംഗമമാണ് ഈ സത്സംഗത്തിലൂടെ ഇവിടെ എല്ലാവർക്കും സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളുടെ ചിത്തം നിയന്ത്രിതമാകണം. യഥാ വിനിയതം ചിത്തം, വിശേഷേണ നിയന്ത്രിതമായിരിക്കുന്ന അടങ്ങിയ ചിത്തം ആത്മാവിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവതിഷ്ഠത്തെ സ്ഥിതി ചെയ്യുന്നത്, തന്നിൽ തന്നെ താൻ എല്ലാ വസ്തുക്കൾക്കും വേണ്ടി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയല്ല സുഖം, തൻ്റെ ആത്മാവിൽ തന്നെയാണ് സുഖം. തന്നോട് ബന്ധപ്പെടുമ്പോഴല്ലേ ആ വസ്തുക്കൾ നമ്മളെ സൂചിപ്പിക്കുകയുള്ളൂ. എത്ര ടൺ കണക്കിന് സ്വർണമുണ്ട് ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു. അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? അത് ആരോ കുഴിച്ചെടുക്കുന്നു, അവരുടെയാണ്, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെയാണ്. അത് നമുക്ക് ഉപകാരപ്പെടുന്നില്ല. നമുക്ക് ഉപകാരപ്പെടുന്നത് എന്താണ്? ഈ ആത്മധനമാണ്. ആത്മധനം ഒരിക്കലും പരാധീനമല്ല, നമുക്ക് തന്നെ അധീനമാണ്. പക്ഷേ നമ്മളതിൻ്റെ വില മനസ്സിലാക്കി അതിനെ തന്നെ സ്വീകരിച്ച് സംരക്ഷിച്ച് അത് അനുഭവിക്കുമ്പോഴാണ് നമ്മളുടെ ആ അപൂർവത നമുക്കും മറ്റുള്ളവർക്കും ബോധ്യമാകുന്നത്. താൻ പരിപൂർണ തൃപ്തനാണ് എങ്കിൽ തന്നോടടുക്കുന്നവർക്കും ആ തൃപ്തി ഉണ്ടാകും. നമ്മളിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ അല്ലെങ്കിൽ അതൃപ്തിയോ ഉണ്ടെങ്കിൽ നമ്മളോടടുക്കുന്ന ആളിനോടും അത് കാണിക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും തന്നെത്താനെ അത് പുറത്ത് വന്നു പോകും. അപ്പോൾ ഈ ആത്മലാഭം അത് നമുക്ക് ഏറ്റവും വിലപിടിച്ച ഏറ്റവും അമൂല്യമായ ഒരു സമ്പത്താണ്. അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു കണികയെങ്കിലും നമ്മളുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മളുടെ മനുഷ്യജന്മം തന്നെ സമ്പൂർണമായി സഫലമായി സംതൃപ്തമായി തീരുന്നതാണ്. അതിനുള്ള പരിശ്രമമാണ് ഈ ഉപനിഷത്തുകളിലൂടെയും
ഗീതാവാക്യങ്ങളിലൂടെയും. ഉപനിഷത്തിൻ്റെയും സാരമാണ് ഗീത. സർവോപനിഷദോ ഗാവോ, ഈ സർവോപനിഷദോ ഗാവോ ഗോപ്ത ഗോപാലനന്ദന, ഇതിനെ കറക്കുന്ന ദോഹനം ചെയ്യുന്നയാൾ ഗോപാലനന്ദനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. പാർത്ഥോ വയസ്സ, അത് കുടിക്കുന്ന പശുക്കുട്ടി പാർത്ഥനാണ്. നമ്മളെല്ലാവരും പാർത്ഥന്മാരാണ്. സുധീർ ഭോക്ത, പക്ഷെ ഇതിനെ അനുഭവിക്കാനും അതിനെ ദഹിപ്പിക്കാനും സാധിക്കുന്നത് നല്ല ബുദ്ധിയുള്ളവർക്കാണ്. സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹ, അവിടുന്ന് കിട്ടുന്ന പാലാകട്ടെ ഗീതയാകുന്ന അമൃതമാണ്. അമൃത് കുടിച്ചാൽ മരണമുണ്ടാകില്ല. മരണമെന്ന് പറഞ്ഞാൽ ആത്മാവിന് നാശം ഉണ്ടാകില്ല, ഈ ശരീരം നശിക്കുകയില്ല എന്നുള്ള അർത്ഥമല്ല. ശരീരം ഉണ്ടായതാണെങ്കിൽ അത് നശിക്കുക തന്നെ ചെയ്യും. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ ശരീരം പഞ്ചഭൂതങ്ങളിൽ തന്നെ വിലയം പ്രാപിക്കും. കുറച്ചു കാലം അത് നിലനിൽക്കും, പിന്നീട് അതിൽ തന്നെ ലയിക്കും. എന്നാൽ ആ ജന്മത്തിൻ്റെ സാഫല്യം, തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് കണ്ടറിഞ്ഞ് അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. അതിൻ്റെ ആ ആത്മജ്ഞാന പരിപോഷണത്തിന് വേണ്ടി ആയിരിക്കണം നമ്മളുടെ ജീവിതം. അപ്പോൾ നമ്മളുടെ ജീവിതം സഫലമായി, നമ്മളെ കാണുന്നവർക്കും അതിൻ്റെ സന്തോഷം ഉണ്ടാകും, നമ്മളോട് അടുത്തിടപെടുന്നവർക്കും അതിൻ്റെ സന്തോഷം ഉണ്ടാകും. നമ്മളിൽ സന്തോഷമുണ്ടെങ്കിൽ അടുത്ത് ആ സന്തോഷം പകരും. നമ്മൾ ധീരരും ദുഃഖിതമായിരുന്നാൽ നമ്മളെ കാണുന്ന അവർക്കും ദീനതയും ദുഃഖവുമൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മളുടെ ഉള്ളിൽ എന്ത് നിറഞ്ഞിരിക്കുന്നോ അത് തന്നെ അടുത്തുള്ളവർക്കും പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മഞ്ഞുകട്ടയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചൂടെല്ലാം അവിടെ ഇല്ലാതാകുന്നു, തണുപ്പ് സഹജമായിട്ട് പുറത്തേക്കത് പ്രസരിപ്പിക്കും. ഇതുപോലെ നമ്മളുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന ആളുകൾക്കും അതിൻ്റെ അംശം കിട്ടുകയും അവർ അതിലൂടെ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പണ്ടൊക്കെയും വലിയ ഗുരുക്കന്മാരുടെ അടുത്ത് ധാരാളം ശിഷ്യന്മാർ വന്ന് അടുത്തുകൂടി, അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും മൗനിയായിരുന്നാലും അവരുടെ സംശയങ്ങളെല്ലാം മാറുന്നു. അതുപോലെ അവരുടെ സന്തോഷം ഉള്ളിൽ കൂടുതൽ കൂടുതൽ നിറയുന്നു. അവരൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും ചുറ്റുപാടും വന്ന ആളുകൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും. അപ്പോൾ വൃദ്ധ ശിഷ്യ ഗുരുരീവ, ഗുരു യുവാവാണ്. ലൗകികമായിട്ട് നോക്കിയാൽ ശിഷ്യന്മാരൊക്കെയും വൃദ്ധന്മാരുമാണ്. എന്നാൽ ഗുരോസ്തു മൗനം വ്യാഖ്യാനം, ഗുരുവിൻ്റെ വ്യാഖ്യാനം മൗനമായി ചിന്മുദ്രയിൽ പിടിച്ചെങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങൾ മാറി ജീവനും പരമാത്മാവും ഒന്നായിത്തീരുന്ന ആ ചിന്മുദ്ര അങ്കിതനായിട്ടുള്ള ഭാവത്തിൽ ഇരിക്കുന്ന ഗുരു ശിഷ്യൻ്റെ എല്ലാ സംശയങ്ങളെയും അകറ്റുന്നു. ശിഷ്യാസ്തു ഛിന്ന സംശയാ, ശിഷ്യന്മാരൊക്കെയും എല്ലാ സംശയങ്ങളും ഛേദിച്ചവരായി ഇരിക്കുന്നത് നമുക്ക് ചിത്രങ്ങളിലൂടെ ഒക്കെ കാണാം. അങ്ങനെ ഉള്ള ആ ശിഷ്യന്മാരും ശാരീരികമായിട്ട് പ്രായം കൊണ്ട് കൂടുതലുള്ളവരാണെങ്കിലും ആത്മജ്ഞാന കൊണ്ട് അങ്ങേയറ്റം എത്തിയ ആ യുവാവായ ഗുരുവിൻ്റെ അടുത്ത് ആനന്ദ അശ്രുക്കളിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആനന്ദം സമ്പാദിക്കാനും അത് അനുഭവിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം ഈ സത്സംഗാദികളിൽ എത്തുന്ന എല്ലാവർക്കും തുല്യമായി കിട്ടുന്നു. മനസ്സവിടെ നിൽക്കുമ്പോഴേ അതും സാധിക്കുകയുള്ളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു പല കാര്യങ്ങളിലുമാണ് ചിന്ത പോകുന്നതെങ്കിൽ ഈ പറയുന്നതൊന്നും ഉള്ളിലേക്ക് കയറുകയില്ല. ചെവിയിൽ കേൾക്കുന്നുണ്ടാവും, പക്ഷേ അത് ഉള്ളിൽ ആഴത്തിലതിൻ്റെ പ്രഭാവം ചെലുത്താൻ സാധിക്കാതെ പോകുന്നു. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠ. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രവർത്തിച്ചാലും നമ്മളുടെ മനസ്സ് നമ്മളുടെ ആത്മാവിൽ തന്നെയാണ് നിൽക്കേണ്ടത്. ആത്മാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ പ്രവൃത്തികളെല്ലാം ഉണ്ടാകേണ്ടത്. നിസ്പൃഹ സർവകാമേഭ്യോ, എല്ലാ കാമ്യ വിഷയങ്ങളിൽ നിന്ന് സ്പൃഹയില്ലാത്തവനായി, ആഗ്രഹമില്ലാത്തവനായി, കൊതിയില്ലാത്തവനായി ഇരിക്കുമ്പോൾ അവനെ യുക്തൻ, യോഗി എന്ന് പറയും. ആ യോഗസ്ഥിതിയെ, യുക്താവസ്ഥയെ പ്രാപിക്കാൻ എന്ത് വേണം? എല്ലാ ആഗ്രഹങ്ങളെയും തള്ളിക്കളയണം, വിട്ടുകളയണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അതാണ് ഇവിടെ യഥാ വിനിയതം
വിശേഷേണ നിയതം, വിശേഷമായിട്ട് നിയന്ത്രിക്കപ്പെട്ടതായ, സംയതമായ, സമ്യക്കാകുമണ്ണം അടക്കിയ, ഏകാഗ്രതയെ പ്രാപിച്ച, ആവന്നം ചിത്തം ഹിത്വാ ബാഹ്യചിന്ത, ബാഹ്യമായ ചിന്തയെ, വിചാരങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ആത്മവിചാരത്തിൽ മാത്രം ഉറയ്ക്കുന്ന, ആത്മനി ഏവ കേവലം ആത്മാവിൽ മാത്രം അവതിഷ്ഠതയെ അവസ്ഥിതമാകുന്നു. സ്വാത്മനി സ്ഥിതിയും ലഭതയെ, തൻ്റെ ആത്മാവിൽ തന്നെ ആ മനസ്സ് ഉറപ്പ് ലഭിച്ചു, അതിൽ തന്നെ നിന്നു. നിസ്പൃഹ സർവകാമേഭ്യോ, എല്ലാ കാമ്യ വിഷയങ്ങളിൽ നിന്നും, നിർഗതമായിരിക്കുന്ന ദൃഷ്ട അദൃഷ്ട വിഷയങ്ങളിൽ നിന്ന്, ദൃഷ്ടം ഈ ലോകത്ത് കാണുന്നത്, കണ്ടത്, അദൃഷ്ടം സ്വർഗാദി ലോകങ്ങളിൽ എന്തെല്ലാം സുഖവിഷയങ്ങളുണ്ടോ ആഗ്രഹിക്കുന്നതെല്ലാം അപ്പോൾ തന്നെ കിട്ടുന്ന, ഈ ലോകത്ത് അങ്ങനെ ആഗ്രഹിച്ചാൽ ഉടനെ എല്ലാം കിട്ടുന്നില്ല. എന്നാൽ സ്വർഗമെന്ന് പറയുന്നത് സുഖ മാത്രമാണ് അതിൻ്റെ സ്വരൂപം. ആഗ്രഹിച്ചാൽ തന്നെ അഭിലാഷോപ എന്ന ദുഃഖേന സമ്പിന്നം, സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖത്തിൻ്റെ ലേശം പോലുമില്ലാത്ത, ദുഃഖമിശ്രിതമല്ലാത്ത, സമ്ഭിന്നം മിശ്രിതം, ദുഃഖ അല്പം പോലും മിശ്രിതമല്ലാത്ത എന്ന ദുഃഖേന സമ്പിന്നം നശഗ്രസ്തം അനന്തരം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇനിയും ദുഃഖം വരും എന്നുള്ള അവസ്ഥയുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ദുഃഖമില്ലെങ്കിലും ഇനിയും വരാൻ പോകുന്ന ദുഃഖത്തെ ഓർത്ത് നമ്മൾ ദുഃഖിതരായി തീരും. അപ്പോൾ ഇനിയും ദുഃഖം വരാത്ത വിധത്തിൽ ദുഃഖങ്ങളെല്ലാം ഇല്ലാതായി. നിസ്പൃഹ സർവകാമേഭ്യോ യുക്തൈതി ചിതേരത, അതാണ് ആത്മനി ഏവ കേവല ഒരേ ഒരു ആത്മാവിൽ തന്നെ അവതിഷ്ഠതേ, സ്വാത്മനി സ്ഥിതിയും ലഭതേ, തൻ്റെ ആത്മസ്വരൂപത്തിൽ തന്നെ ചിത്തം ഉറയ്ക്കുന്നു. അങ്ങനെയുള്ളവൻ നിസ്പൃഹ സർവകാമേഭ്യോ നിർഗത ദൃഷ്ട അദൃഷ്ട വിഷയേഭ്യ സ്പൃഹ, നിർഗത സ്പൃഹ എന്ന് പറഞ്ഞാൽ എന്താണ്? തൃഷ്ണ. യസ്യ, ആരുടെയാണോ അവൻ, അങ്ങനെയുള്ള യോഗിനഃ സ യുക്തൻ എന്ന് പറഞ്ഞാൽ സമാഹിതനായി, ഏകാഗ്രചിത്തനായി. ഇത് ഉച്യതേ, അവനെയാണ് യുക്തൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള യുക്ത അവസ്ഥയാണ് നമ്മളെല്ലാവരും സമ്പാദിക്കേണ്ടത് എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. തസ്മിൻ കാലേ, അപ്പോഴാണ് യുക്തൻ എന്ന പദവിക്ക് അർഹമായി തീരുന്നത്. തസ്യ യോഗിന്, അങ്ങനെയുള്ള യോഗിക്ക് സമാഹിതം യത് ചിത്തം, ഏകാഗ്രമായിരിക്കുന്ന യാതൊരു മനസ്സാണോ, തസ്യ ഉപമാ ഉച്യതേ, അതിനെ എന്തിനോടാണ് ഉപമിക്കാൻ സാധിക്കുക എന്ന് ഇവിടെ പറയുകയാണ്. യഥാ ദീപോ നിവാതസ്ഥോ നയംഗതേ സോപമാ സ്മൃത യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ, എപ്രകാരമാണോ, നിവാതസ്ഥ ദീപഃ, കാറ്റ് വീശാത്ത സ്ഥലത്തെ വിളക്ക്, ഒരേ വടിവിൽ ഇളക്കമില്ലാതെ ഒരേ പ്രകാരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ന ചേഷ്ടത, ഇളകാതിരിക്കുന്നത്. സാ ഉപമാസ്മൃത, അതാണ് അങ്ങനെയുള്ള നിയന്ത്രിതമായ ചിത്തത്തിന് ഉപമയായിട്ട്. അതുപോലെ യാതൊരു ഇളക്കവുമില്ലാതെയും അങ്ങനെ പ്രകാശിക്കണം. യോഗിനോ യഥചിത്തസ്യ, ആരുടെ ചിത്തമാണ്? സംയതമായ അടങ്ങിയ ചിത്തത്തോടു കൂടിയ യോഗിയുടെ. യുഞ്ജതോ ആത്മനഃ യോഗം യുഞ്ജത, ആത്മയോഗം യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ശീലിച്ചുകൊണ്ടിരിക്കുന്ന യോഗിയുടെ ചിത്തം അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോഴാണ് ആ യോഗി യുക്തൻ എന്ന് പറയുക. അപ്പോൾ നമ്മളൊക്കെയും യോഗ അനുഷ്ഠാനത്തിൽ വിജയിക്കുന്നത് ആത്മാസ്വരൂപത്തെ മാത്രം കണ്ടുകൊണ്ട് വിഷയങ്ങളെ ഒന്നും ചിന്തിക്കാതെ ആത്മാവിൽ തന്നെ അടങ്ങുന്ന സ്ഥിതി എപ്പോഴാണോ വന്നു ചേരുക. നിരന്തര പരിശ്രമം കൊണ്ട് സതു ദീർഘകാല നിരന്തര സത്കാര ആസേവിത ദൃഢഭൂമി എന്ന് യോഗസൂത്രത്തിൽ പറയും പതഞ്ജലി മഹർഷിയാണ് വ്യാകരണത്തിൻ്റെ ഭാഷ്യകാരൻ.
അതുപോലെ യോഗത്തിൻ്റെ സൂത്രകാരനും പതഞ്ജലി മഹർഷി തന്നെയാണ്. ആ പതഞ്ജലി മഹർഷിയുടെ സൂത്രത്തിൽ ഇതാണ് പറയുന്നത്, ആ യോഗം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ദീർഘകാല നിരന്തര സത്കാര ആസേവിത. ദീർഘകാലം, അതുപോലെ നിരന്തരം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതല്ല. രാവിലെ പ്രഭാതത്തിൽ മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എഴുന്നേറ്റ് ധ്യാനിക്കുമ്പോൾ മറ്റ് ശല്യങ്ങളോ പൂർവ്വ തലേ ദിവസത്തെ സംസ്കാരങ്ങളോ ഒന്നും അവരെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ നിദ്രയിൽ അതെല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഉണർന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ധ്യാനിച്ചിട്ട് മറ്റു പ്രവൃത്തികളിലേക്ക് പോയാൽ അവരുടെ മനസ്സ് സ്വസ്ഥമായും സ്വാത്മനി സ്ഥിതമായും ഇരിക്കും. അപ്പോഴാണ് അവർക്ക് അവരുടെ കാര്യങ്ങളിലൊക്കെയും പൂർണ്ണമായും വിജയം നേടാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദിവസവും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എത്രമാത്രം നമുക്ക് സാധിക്കുമോ അത്രയും സമയം മനസ്സ് അടക്കി ഈശ്വര ധ്യാനം അല്ലെങ്കിൽ ആത്മധ്യാനം, ഈശ്വരൻ തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ ആത്മാവായി കുടികൊള്ളുന്നത്. ആ ഈശ്വര ധ്യാനം എന്ന് പറഞ്ഞാലും ആത്മധ്യാനം എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ്. അങ്ങനെ ആത്മധ്യാനം ചെയ്തിട്ട് വേണം മറ്റ് അത് തീർന്നു കഴിയുമ്പോൾ ആ സമയത്ത് നിദ്രയേക്കാൾ വലിയ സുഖമാണ് കിട്ടുന്നത്. നിദ്രയിൽ തന്നെ പോലും അറിയാത്ത ഒരു സ്ഥിതിയാണ്. എന്നാൽ ധ്യാനത്തിലോ താൻ പരിപൂർണമായി ഉണർന്നിരിക്കുകയാണ്. അറിവായിട്ട് തന്നെയാണ്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായെന്ന് നാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ, ഉണരുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളിലേക്ക് ചിന്തിക്കുന്ന വിഷയ അനുഭവം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതിൽ പോകാതെ ഉറങ്ങാതെയും. എന്നാൽ ഉണരാതിരുന്നു കഴിഞ്ഞാൽ ഉറക്കം വരിക അജ്ഞാനികളായ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. രാത്രിയിൽ ഉറക്കം വരുന്നത് എപ്പോഴാണ്? ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങ് ഉറങ്ങുന്നത്. എന്തെങ്കിലുമൊക്കെ ഉറങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലും ഉറക്കം വരികയില്ല. അപ്പം നിദ്ര എന്നുള്ളത് ഒരു വിഷയചിന്തയും ഇല്ലാതെ കേവലം താൻ മാത്രമായിരിക്കുന്ന അവസ്ഥയിലാണ് നിദ്ര ഉണ്ടാകുന്നത്. ഇതുപോലെ സമാധിയും ഈ സ്ഥിതിയിൽ തന്നെയാണ്. ഒരു വിഷയചിന്തയും ഇല്ലാതെ താൻ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ മനസ്സ് ഒരു നിമിഷം നിന്നാൽ മതി. അപ്പോൾ സമയം എത്ര പോകുന്നു എന്നുള്ളത് പോലും നമ്മളറിയും. സമാധിയിലേക്ക് കയറുന്ന ആളുകൾ ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ 10 മിനിറ്റോ ഇതൊന്നും അവർ സമയം പോകുന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല, സമയത്തെക്കുറിച്ച് അറിയുന്നേയില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയം ഉറങ്ങിയെന്ന് ഉണർന്ന് വന്നു കഴിഞ്ഞല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എത്ര സമയം ഉറങ്ങിയെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അതുപോലെയാണ് സമാധിയിലും പ്രവേശിക്കുന്ന ഒരാൾക്ക് എത്ര സമയം സമാധിയിൽ ഇരുന്നു എന്നുള്ള വിചാരമൊന്നും ആ സമയം ഉണ്ടാകില്ല. അങ്ങനെ വിചാരം ഉണ്ടായാൽ സമാധി ഭംഗമായി കഴിഞ്ഞു, സമാധി കിട്ടുകയില്ല. അപ്പം ആ സമാഹിത ചിത്തരായിരിക്കുന്ന യോഗിയുടെ സ്ഥിതി എന്താണ്? എല്ലാ കാമങ്ങളിൽ നിന്നും നിസ്പൃഹനായി, നിസ്പൃഹ സർവകാമേഭ്യോ, അപ്പോഴാണ് യുക്തൻ എന്ന് പറയുന്നത്. യുക്തൈ തിച്ചിതേതത. ആരാണ് പറയുന്നത്? യോഗികളാണ്. ഇത് അനുഭവിച്ചിട്ടുള്ളവരാണ് പറയുന്നത്. അനുഭവസമ്പന്നന്മാരായ യോഗികളുടെ വാക്കാണിത്. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞത്, യഥാ ദീപോ നിവാതസ്ഥോ, കാറ്റില്ലാത്തിടത്തെ വിളക്ക് എങ്ങനെയാണോ ഒരേ വടിവിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്, ചുറ്റുപാടുമുള്ള വസ്തുക്കളെയെല്ലാം പ്രകാശിപ്പിക്കുന്നു, എന്നാൽ അതിന് ഒരിളക്കവുമില്ല, ഒരു ചാഞ്ചാട്ടമില്ല. അങ്ങനെ നേങ്കതേ സാ ഉപമാ സ്മൃത. അതാണ് നമ്മളുടെ ആ ചിത്തത്തിൻ്റെ ഉപമ. അങ്ങനെ സമാധിയിലെത്തുമ്പോൾ നമ്മളുടെ ചിത്തം സമാഹിതമാണോ എന്ന് പിന്നീട് പരിശോധിക്കാനുള്ള ഒരു വഴിയാണിത്. അങ്ങനെ ആയിരുന്നു നമ്മളുടെ ചിത്തമെങ്കിൽ നമ്മൾ സമാധിയിലായിരുന്നു. അതിൻ്റെ ഇത് ജന്മാദ്യസ്യത എന്ന് പറഞ്ഞാൽ അസ്യ ജഗത, ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മം തുടങ്ങിയതെങ്കിൽ ജന്മസ്ഥിതിയിലെ ഏതൊന്നിൽ നിന്ന് ഉണ്ടായി, ഏതൊന്നിൽ നിലനിന്ന് ഏതൊന്നിൽ ലയിക്കുന്നു, അതാണ്. ഇതൊക്കെ അതിന് ചിത്തം വിനീതമാകും. ആത്മാവിൽ തന്നെയാണെങ്കിൽ അത് തന്നെയാണ്. യഥാ വിനീതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ.
എല്ലാ കാമ്യ വിഷയങ്ങളിൽ നിന്നും ആഗ്രഹം അറ്റവനായിട്ട് നമ്മളുടെ സ്വസ്വരൂപത്തിൽ ഏതൊന്നിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടായത്, ജന്മാദ്യ അസ്യ ജന്മാദി യതഃ, ഈ പ്രപഞ്ചത്തിൻ്റെ, ഞാൻ ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മം തുടങ്ങിയത് ഏതൊന്നിൽ നിന്നാണോ ഉണ്ടായത്, തത് ബ്രഹ്മ, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നമ്മളുടെ മനസ്സ് ഉറയ്ക്കുമ്പോൾ അത് തന്നെ സമാധിയായി, യുക്തതയായി. വിഷയങ്ങളിൽ പോയാൽ അത് അയുക്തതയാണ്. യുക്ത സ്ഥിതിയിലേക്ക് അപ്പോഴാണ് എത്തുക എന്ന് പറയാം. യഥാ ദീപോ നിവാതസ്ഥോ നേങ്കതേ സോപമാ സ്മൃത യോഗിനോ യഥചിത്തസ്യ, സംയതചിത്തരായ അടങ്ങിയ ചിത്തത്തോടു കൂടിയവൻ്റെ, അവനെ യുക്തൻ എന്ന്. ആത്മനഃ യോഗം യുഞ്ജതഃ, ആത്മാവിൽ യോഗമനുഷ്ഠിക്കുന്നവന്, യോഗം യുഞ്ജത യോജിപ്പിക്കുന്നവൻ, യോഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവൻ്റെ അവനെ യുക്തൻ എന്ന് എപ്പോൾ പറയാൻ സാധിക്കും? താനല്ലാതെ മറ്റൊന്നും, ഈശ്വരൻ പോലും തന്നിൽ നിന്ന് ഭിന്നമായിട്ടില്ല, ഈശ്വരൻ തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ നാമായി കുടികൊള്ളുന്നതെന്ന് കാണുമ്പോൾ ഒരിക്കലും അത് അവിടെ നിന്ന് പിന്മാറുന്നില്ല. പരിപൂർണത അപ്പോഴാണ് എത്തിച്ചേരുന്നത്. എല്ലാവരും നിരന്തരം പരിശ്രമിക്കുന്നത് നമ്മൾക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, ആ കുറവ് ഇതുകൂടെ സമ്പാദിച്ചാൽ തീർക്കാം എന്ന വിചാരം കൊണ്ടാണ്. പക്ഷേ അത് കിട്ടിയാലും മനസ്സ് ആ പൂർണ്ണ തൃപ്തിയിലെത്താത്തത് കൊണ്ട് പിന്നെയും മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അത് സമ്പാദിക്കാനുള്ള പരിശ്രമത്തിലും അങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ആ വ്യാപാരം എത്രത്തോളം ഉണ്ടോ അത്രമാത്രം അസ്വസ്ഥതയുമാണ്, ശ്രമമാണ്. പരിപൂർണമായ വിശ്രമം സ്വരൂപ സ്ഥിതിയിൽ മാത്രമേ ഉണ്ടാകൂ. തഥാ ദൃഷ്ടു സ്വരൂപേ അവസ്ഥാനം. സമാധി എന്ന് പറയുന്നത് എപ്പോഴാണ്? യോഗസൂത്രത്തിൽ പറയും. അപ്പോൾ ദൃഷ്ടാവിൻ്റെ, ഇതിനെ കാണുന്ന ആളിൻ്റെ സ്വരൂപത്തിൽ എപ്പോഴാണോ ഉറച്ചു നിൽക്കുന്നത് അപ്പോഴാണ് തഥാ ദൃഷ്ടു സ്വരൂപേ അവസ്ഥാനം, സമാധി അപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ആ തൻ്റെ യഥാർത്ഥ സ്വരൂപം സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദത്തിൽ തന്നെ നമ്മളുടെ മനസ്സ് ഉറച്ചു നിൽക്കുമ്പോൾ വിഷയങ്ങളിലേക്ക് അത് വഴുതി പോകുന്നില്ല. വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വിഷമങ്ങൾ നമ്മളെയും അലട്ടിക്കൊണ്ടിരിക്കും, ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കും, ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. വിഷയങ്ങളിലേക്ക് എങ്ങും പോകാതെ തൻ്റെ സ്വസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ തൻ്റെ സ്വരൂപം സത്ത് ചിത്ത് ആനന്ദരൂപമാണ്. അവിടെ ഒന്നിൻ്റെയും ഒരു കുറവുമില്ല. ആ പരിപൂർണമായ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ കിട്ടുന്നതായ ആനന്ദം അത് ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, കിട്ടുകയില്ല. വെളിയിലെങ്ങും ഇല്ലതാനും. വെളിയിലുള്ള വസ്തുക്കൾ പോലും അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. തന്നെ ആശ്രയിച്ച് നിൽക്കുമ്പോഴല്ലേ ആ വസ്തുക്കൾ നമ്മളെ സൂചിപ്പിക്കുകയുള്ളൂ. ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ട്, അതൊക്കെ നമുക്ക് സുഖകരമാകുന്നില്ല. കാരണം നമ്മുടേതല്ല. നമ്മുടേതാകുമ്പോൾ നമുക്കത് സുഖകരമാകും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ തൻ്റെ ആത്മസ്വരൂപത്തിൽ നിന്നും ഉയർന്നു വന്ന് അജ്ഞാനം കൊണ്ട് നമ്മിൽ നിന്നും മാറി നിൽക്കുകയാണ്. ജ്ഞാനമുണ്ടാകുമ്പോൾ അതെല്ലാം നമ്മളുടെ സ്വരൂപത്തിൽ സമാഹിതമായി തീരുന്നു. അപ്പോൾ പരമ ആനന്ദം തന്നെ ആയി നാം ആനന്ദ സ്വരൂപികളായി തീരും. ആനന്ദ സ്വരൂപികളാണ്. പക്ഷേ ആ അറിവില്ലായ്മ മാറി അറിവിലത് പ്രകാശിക്കും എന്നുള്ളതാണ്. അങ്ങനെ യഥാ ദീപോ നിവാതസ്ഥോ നേങ്കതേ ന ചലതി സാ ഉപമാ സ്മൃത. അതാണ് ആ ചിത്തത്തിൻ്റെ ഉപമ. ആരുടെ? യഥചിത്തസ്യ യോഗിനഃ ആത്മനഃ യോഗം യുഞ്ജതഃ. ആത്മാകാരമായി യോഗം അനുഷ്ഠിക്കുന്നവൻ്റെ ചിത്തത്തിൻ്റെ സ്ഥിതി അതാണ് എന്ന് പറയുകയാണ്. തസ്യ യോഗിനഃ സമാഹിതം യത് ചിത്തം, സമാഹിതമായ ഏകാഗ്രമായ യാതൊരു ചിത്തമാണോ തസ്യ ഉപമ ഉച്യതേ. യഥാ ദീപഃ, ദീപം പ്രദീപം വിളക്ക്. നിവാതസ്ഥഃ, നിവാതേ വാദവർജിതേ ദേശേ സ്ഥിതഃ, കാറ്റില്ലാത്ത ദേശത്ത് സ്ഥിതി ചെയ്യുന്ന വിളക്ക്. ന ഇംഗതേ, ന ചലതി, ചലിക്കുന്നില്ല, ഇളകുന്നില്ല. സാ ഉപമ ഉപമീയതേ
അനയ ഇതി ഉപമ. ഏതൊന്നിനോടാണോ അത് ഉപമിക്കുന്നത് അതാണ് ഉപമ. ആരാണ് അങ്ങനെ ഉപമിക്കുന്നത്? യോഗജ്ഞേഹി, യോഗത്തെ അറിയുന്നവർ. ചിത്ത പ്രചാരദർശിന, ചിത്തത്തിൻ്റെ പ്രചാരത്തെയൊക്കെ കാണുന്നവർ, അവരുടെ ഉപമയാണ്. സ്മൃത, ചിന്തിത, അവരെ ഇതേപ്പറ്റി ചിന്തിച്ചിരിക്കുന്നു. യോഗിനോ യഥചിത്തസ്യ സംയത അന്ധക്കരണസ്യ. യഥചിത്തൻ എന്ന് പറയുമ്പോൾ അടങ്ങിയ അന്ധക്കരണത്തോടുകൂടി, മനസ്സടങ്ങിയവൻ എന്നർത്ഥം. സംയത അന്ധക്കരണസ്യ യുഞ്ജത. യോഗം എന്തിനെ യോജിപ്പിക്കുന്നത്? യോഗത്തെ യോജിപ്പിക്കുന്നത്. അനുതിഷ്ഠത, അനുഷ്ഠിക്കുന്നവന്. ആത്മനഃ സമാധിം അനുതിഷ്ഠത ഇത്യർത്ഥ. തൻ്റെ ആത്മാവിന്, അന്ധകരണത്തിന് സമാധി ആഗ്രഹിക്കുന്നത്. സമാധിയിലൂടെ മാത്രമാണ്. നമ്മളുടെ നിദ്രയിലൊക്കെ തന്നെ നമുക്ക് സുഖമുണ്ടാകുന്നത് വിഷയങ്ങളെല്ലാം വിട്ട് സ്വസ്വരൂപത്തിൽ തന്നെ അവിടെ അടങ്ങുന്നു. പക്ഷേ അറിയാതെയാണത്, അജ്ഞാനത്തോടു കൂടിയാണ്. എന്നാൽ സമാധി അഭ്യസിക്കുമ്പോഴാകട്ടെ ഉണർന്നിരിക്കുകയാണ്. ഉണരുക എന്ന് പറയുമ്പോൾ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ കാണുകയോ കേൾക്കുകയോ മണക്കുകയോ രുചിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. അത് ഒന്നുമില്ലാതെ. എന്നാൽ ആത്മസ്വരൂപത്തിൽ തന്നെ ഇതെല്ലാം അടങ്ങുന്നു. ആത്മാസംബന്ധിയാകുന്നത് കൊണ്ടാണ് വിഷയങ്ങൾ പോലും നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിലെല്ലാം രൂപരസഗന്ധ ശബ്ദസ്പർശങ്ങളും എല്ലാം അടങ്ങുന്നു. തന്നെ ഇവിടെ അത് ബന്ധപ്പെടാതിരുന്നാൽ അതൊന്നും നമ്മളുടേതല്ല, അത് നമുക്ക് ഒരു സുഖവും തരികയില്ല. അപ്പോൾ സുഖസ്വരൂപമാകുന്നത് നമ്മൾക്ക് അതിൽ നിന്ന് സുഖം കിട്ടുന്ന അവസ്ഥ വരണം. അത് വിഷയങ്ങളായതുകൊണ്ട് വിഷയത്തിൻ്റെ ദോഷങ്ങൾ ആ സുഖത്തിലും ഉണ്ടാകുന്നു. കുറച്ചു നേരം നിൽക്കുന്നു, നശിക്കുന്നു, പിന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അതൊക്കെയും ആപേക്ഷികങ്ങളാണ്. നിരപേക്ഷമായിരിക്കുന്ന സ്വാത്മസ്വരൂപത്തിലുള്ളതായ സുഖം അത് ലോകത്ത് ഒരു വസ്തുവിനും തരാൻ സാധിക്കുകയില്ല. വലിയ ഒരു മരുപ്രദേശം ഒന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം. ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷി എന്നും യഥമിയലും യതിവര്യനായിടേണമെന്ന് നാരായണ ഗുരുദേവൻ പറയും. വലിയൊരു മരുപ്രദേശം മുഴുവൻ നിറഞ്ഞ് വെള്ളം ഇങ്ങനെ വരികയാണെങ്കിൽ ശീന്നൊരു ശബ്ദമല്ലാതെ വേറൊന്നും ഉണ്ടാകില്ല. കാരണം അവിടെ ചൂട് പിടിച്ച് കിടക്കുന്ന അതിലേക്ക് വെള്ളം വരുമ്പോൾ ദോശക്കല്ലേൽ വെള്ളം കോരി ഒഴിച്ചാൽ ശീന്നൊരു ശബ്ദം കേൾക്കുകയില്ല. ഇതുപോലെ എല്ലായിടത്തും വെള്ളം അങ്ങ് കയറി കഴിയുമ്പോൾ ഒരു ശബ്ദം മാത്രമായിരിക്കും. അത്യന്ത ശാന്തവും സുന്ദരവുമായിരിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം നമ്മളുടെ മനസ്സിനും നമ്മളുടെ കാതുകൾക്കുമൊക്കെ അനുഭവവേദ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിലിങ്ങനെ തുറക്കും അക്ഷി. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന കണ്ണ് ആത്മാവിലേക്ക് തുറക്കും. അങ്ങനെ യഥമിയലുന്ന സംയമനശീലമുള്ളതായ ഗതിവര്യനായിടണം. എല്ലാ സാധകരും അങ്ങനെയുള്ള ഒരു സന്യാസി ആയിട്ട്, സംയതശീലനായിട്ട്, അടക്കമുള്ളവരായി തീരണം എന്ന ഗുരുദേവൻ ശിഷ്യർക്ക് ഉപദേശിച്ചത് നമുക്കൊക്കെയും സ്വീകാര്യമായ ഒരു അന്വേഷണീയമായ കണ്ടെത്തേണ്ടതായ ഒരു ലക്ഷ്യമായിട്ട് അവശേഷിക്കുന്നു. അതിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജഗദീശ്വരൻ്റെ സർവവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. സമയം സമയമായില്ലേ? അടുത്ത ക്ലാസിൻ്റെ സമയം ആകുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ.